SIR കരട് പട്ടികയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം നടക്കുന്ന രണ്ടാമത്തെ അവലോകന യോഗമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. കമലേഷ് തെക്കേക്കാട് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. കമലേഷ്, ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷവും വലിയ രീതിയിലുള്ള അപാകതകൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനുശേഷം വരുന്ന ഹിയറിംഗിനെ സംബന്ധിച്ച് കൂടുതൽ വോട്ടർ പട്ടികയിലേക്ക് ആളുകളെ ഇനി എങ്ങനെയാണ് ആളുകളുടെ പേര് ചേർക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ ആശങ്കകളൊക്കെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇന്ന് ഉന്നയിക്കാൻ തന്നെയായിരിക്കും സാധ്യത. ഏത് രീതിയിലായിരിക്കും ഇന്നത്തെ അവലോകന യോഗം? വിനുഷ, ഈ SIR നടപ്പാക്കാൻ ആരംഭിക്കുന്നതിന് മുൻപ് തൊട്ട് ആരംഭിച്ച ഈ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമാണ്. ഈ യോഗത്തിലെല്ലാം തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ നിലപാട് പറയുന്നുണ്ട്. പക്ഷേ ആ നിലപാടുകളെ മുഖവിലേക്കെടുത്താണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് എന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ആ പ്രയാസങ്ങൾ പരസ്യമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. തിടുക്കപ്പെട്ട് ഇത്തരമൊരു SIR നടപടി സംസ്ഥാനത്ത് നടപ്പിലാക്കരുത് എന്ന ആവശ്യമാണ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും, BJP ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യം കാണാനായത്. അതിനുശേഷം തിടുക്കപ്പെട്ട ഈ നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷം വലിയ നിലയിലുള്ള പ്രയാസങ്ങൾ ഉദ്യോഗസ്ഥർക്ക് അനുഭവപ്പെട്ടു. സുപ്രീം കോടതിക്കുൾപ്പെടെ ഇതിൻ്റെ തീയതി നീട്ടിവെക്കാൻ ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ ഇപ്പോഴും നേരത്തെ വിനിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും അതിനകത്തുള്ള പ്രയാസങ്ങൾ മാറിയിട്ടില്ല എന്നുള്ളതാണ്. നിലവിലിപ്പോൾ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷവും ഇതിപ്പോൾ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമാണ് ഈ SIRമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ വിളിച്ചു ചേർക്കുന്നത്. ഇതിനകത്ത് നിലവിലിപ്പോൾ ഈ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ തന്നെ നടത്തുന്ന ഈ കരട് പട്ടികയ്ക്ക് പുറത്തുള്ള തിരുത്തലുകളും കൂട്ടിച്ചേർക്കലും ഒക്കെ നടക്കുന്ന പ്രക്രിയയാണ് നിലവിലിപ്പോൾ സംസ്ഥാനത്ത് മുന്നോട്ട് പോകുന്നത്. അത് സംബന്ധിച്ച് അതിൻ്റെ പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് നിലവിലിപ്പോൾ ഇത്തരമൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇനി ഇതിന് ശേഷമാണ് ഈ ഹിയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഈ നിലവിലെ കൂട്ടിച്ചേർക്കലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായി നടന്നാൽ മാത്രമേ ഹിയറിംഗിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഗുണം SIRമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഹിയറിംഗ് ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളത് നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. നിലവിലിപ്പോൾ ആളുകളെ സംബന്ധിച്ച്, പൊതുജനങ്ങളെ സംബന്ധിച്ച്, ഇതിനകത്ത് ഉൾപ്പെടാനായി അപേക്ഷ നൽകിയ ആളുകളെ സംബന്ധിച്ച് ഒരു ഫോമിനകത്ത് ഒപ്പിട്ട് നൽകേണ്ടുന്ന ഒരു സാഹചര്യം മാത്രമേ നിലവിലുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ഒപ്പിട്ട് നൽകുന്ന അത്ര എളുപ്പമല്ല ഇതിനകത്ത് ഈ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ രേഖകൾ ഉൾപ്പെടെ നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ മുത്തച്ഛന്മാരുടെ ഒക്കെയുള്ള അവരുടെ കാലം തൊട്ട് അവർ ഇവിടുത്തെ പൗരനാണ് അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ച് നമ്മുടെ പൗരത്വം അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഹിയറിംഗിൻ്റെ ഭാഗമായി വരാൻ പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഹിയറിംഗിലാണത് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ നേരത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ വോട്ടർമാരായി ഇതിനകത്ത് ഉൾപ്പെടാനായി അപേക്ഷ നൽകിയിട്ടുള്ളത് ഏതാണ്ട് 96,000-ഓളം അതിന് മുകളിൽ ആളുകളാണ്. ഏതാണ്ട് 100,000-ഓളം ആളുകളാണ് പുതിയ വോട്ടർമാരായി SIRനകത്ത് ഈ പേര് ചേർക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതെല്ലാം പുതിയ വോട്ടർമാരായിരിക്കണമെന്നില്ല. നേരത്തെ നടന്ന SIRൽ ഉൾപ്പെടാത്ത ഇപ്പോൾ വോട്ട് ചെയ്യുന്ന ആളുകളും ഒരുപക്ഷെ അതിനകത്തുണ്ടായേക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിലിപ്പോൾ നിരവധിയായ അപാകതകൾ ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഒഴിവാക്കപ്പെട്ട ആളുകൾ പലതരത്തിൽ, മരിച്ചുപോയവർ, ഡബിളിംഗ് വന്ന് മറ്റിടങ്ങളിലും വോട്ടുള്ള ആളുകൾ, ഇതിൽ മറ്റുള്ളവർ എന്നൊരു കാറ്റഗറി കൂടിയുണ്ട്. അത് ആരെയാണ് ഉൾക്കൊള്ളുന്നത് എന്നത് ഇപ്പോഴും ആർക്കും ഒരു വ്യക്തതയില്ല. ആരൊക്കെയാണ് ഒഴിവായി പോകുന്നത്? അതിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ കാറ്റഗറിയിലുള്ളത്. അവരൊക്കെ എന്താണ്, എവിടെയാണ്, എന്തുകൊണ്ടാണ് ഒഴിവായത് എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ലാത്ത സാഹചര്യം ഇപ്പോഴുമുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഹിയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നടക്കേണ്ടത്. അതിന് മുന്നോടിയായാണ് ഇന്നിപ്പോൾ രാവിലെ 11 മണിയോടുകൂടി ഒരു ഓൾ പാർട്ടി മീറ്റിംഗ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വിളിച്ചു ചേർത്തുകൊണ്ടൊരു മീറ്റിംഗ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ നിലവിലെ പുരോഗതി ആ യോഗത്തിൽ വിശദീകരിക്കും. അതോടൊപ്പം ഹിയറിംഗിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളും വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനുഷ.